ഗൈസ് ഇപ്പോൾ സമയം 3:30. ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം കേട്ടോ. ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇപ്പം നേരെ ഇവൻറ്റിൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. സമയമില്ല. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ സെറ്റപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെന്ന് റെഡി ആയിട്ടൊക്കെ ഫ്രഷായിട്ട് സോ രാവിലെ ഒരു 3:30-4 മണിക്കത്തെ കാറ്റാണ് ഗൈസ് ഇവിടെ. അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് ഡെക്കറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെൽക്കം ബോർഡ് വരുന്നത് കേട്ടോ. ഇതിൽ ഈ ഷൂലോം നമ്മുടെ പ്രൊഡക്ഷൻ ടീം ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ എൻട്രൻസ് ആർച്ച് വരുന്നത്. എല്ലാം ഒരു ആദിയോഗി ശിവൻ തീമാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. 6 മണി തൊട്ട് 7 മണി വരെയാണ് ഇവിടുത്തെ മുഹൂർത്തം വന്നത്. ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മണ്ഡപം. ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഗൈസ് നേരം വെളുത്ത് വരുന്നു. നമ്മൾ അത്രയും രാത്രി നിന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ എന്താ പറയുക, നേരം വെളുത്ത് വരുന്നത്, സൺറൈസ് കാണുന്നത് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. ഗൈസ് നമ്മൾ യൂണിഫോമിലൊക്കെയാണ്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കാറ്റാണ് മെയിൻ പ്രശ്നം. നമ്മുടെ സാധനങ്ങളൊക്കെ ഗൈസ്. കിട്ടിയില്ലേ ഗായ്സ്? കുറച്ച് കഴിയുമ്പോഴേക്കും വെഡിങ് നടക്കും. സോ നമ്മളിവിടെ നല്ല സൺറൈസ് കണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് അടിപൊളി ഗായ്സ്. സി അവിടെ നമ്മുടെ മണ്ഡപം, നല്ലൊരു സൺറൈസ് ഉണ്ട്. അതാണ് കേട്ടോ ബ്രൈഡ്. അതാണ് ബ്രൈഡൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഗൈസ്, വി ആർ ഗോയിങ് ടു വിറ്റ്നസ് ദാറ്റ് മൊമെന്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഗസ്റ്റ് എല്ലാം വന്നു തുടങ്ങി. ഇനി വെഡിങ് ആണ്. ബിഫോർ 8 AM വെഡിങ് മുഹൂർത്തമാണ്. ബ്രൈഡ് എൻട്രി നടക്കാൻ പോവാണ്. ഗ്രൂം ഈസ് വെയിറ്റിംഗ് ഫോർ ദ ബ്രൈഡ്. कितने जानों की दुआओं से तू मुझे ऐसे मिला है, जैसे भीड़ में भी रब ने बस तेरा ही नाम लिखा है, ना कोई शोर था कहानी में. इसी के साथ हम सभी इनके साथ हैं और प्रेम से വെഡിങ് നടന്നിരിക്കുകയാണ്. ബ്രൈഡും ഗ്രൂമും മണ്ഡപത്തിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെ നമ്മൾ അത് നടത്തി. നല്ല കാറ്റുണ്ട് ഇവിടെ, പക്ഷെ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസും. ഇന്നലെ ഡെക്കോർ ചെയ്തതും ഇന്നത്തെ ഈ പരിപാടി എല്ലാം നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗൈസ് നല്ല അടിപൊളി ഒരു സ്ഥലം, പക്ഷെ അതിൻ്റെ ഉള്ളോട്ട് ഫോൺ കൊണ്ടുപോകില്ല. ലുക്ക്, നല്ല രസമല്ലേ കാണാൻ. നല്ല കൗങ്ങിന്റെ തോട്ടം വന്നിട്ട് അകത്തൊരു അമ്പലം ഉണ്ടേ മെയിനായിട്ട്. നല്ല രസമുണ്ട് കാണാൻ. ഫോണിൽ ആ ഭംഗി കിട്ടുന്നില്ല ആക്ച്വലി, പക്ഷെ ഇവര് ഫോൺ അങ്ങോട്ട് കേട്ടിട്ടില്ല. ഗൈസ് ഇപ്പൊ ഞങ്ങൾ പോയ സ്ഥലം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് ക്യാമറ കയറ്റില്ല എന്ന്. ഓ ഗോഡ്, ഇത്രയും പീസ് സമാധാനം കിട്ടുന്നൊരു സ്ഥലം. ഫോൺ എൻട്രി ഇല്ലായിരുന്നു, പക്ഷെ ഫോൺ കൊണ്ടിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല.
അത്രയും 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 അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. കാണാനാണെങ്കിൽ കുറേ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. അവിടെ നിന്നാണ് ചന്ദനമൊക്കെ തൊട്ടതും. വലിയൊരു ശിവലിംഗം ഉണ്ട്. അയ്യോ, എന്തൊരു സമാധാനം എന്ന് പറയാം. അതിൻ്റെ ഉള്ളിലോട്ട് ആൾക്കാരെല്ലാം യോഗ ചെയ്യുവാണ്. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളായിട്ടിരുന്ന് യോഗയൊക്കെ ചെയ്യുവാണ്. നമ്മളതിൻ്റെ കൂടെ ഭയങ്കര ആൾക്കാർ ബ്രീത്ത് ചെയ്യണ സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ അത്രയും സൈലൻ്റാണ്, പീസ്. അയ്യോ, അടിപൊളി. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് ഉണ്ടെന്നറിയുമോ? കാളവണ്ടി. നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ കാളവണ്ടിയിൽ നമുക്ക് അവിടം വരെ ആദ്യമായിക്ക് വരെ പോകാൻ പറ്റും. ഇപ്പം നമ്മൾ ആക്ച്വലി ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇന്നലെ നൈറ്റ് നമ്മൾ ഇവിടെ നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. എല്ലാം വെജിറ്റേറിയൻ ഫുഡാണ്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന്, അതായത് ആദ്യോഗിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്ററിന് മേലെ നടക്കാനുണ്ട്. ഭയങ്കര നടപ്പാണ്. നമ്മൾ കഴിച്ചിട്ട് തിരിച്ച് ആദ്യോഗിക്ക് ചെല്ലുമ്പോഴേക്കും കഴിച്ചതെല്ലാം ദഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ഭയങ്കര രസമാണ്, നടക്കാനൊരു വൈബുണ്ട്. ഫുൾ ഇതുപോലത്തെ വഴിയാണ് കേട്ടോ. ഫുൾ ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഇതുപോലെയുള്ള വഴിയാണ്. അങ്ങോട്ട് അവിടെ അറ്റം വരെ ഇത് തന്നെയാണ്. ഈ നടപ്പാണ് നമ്മൾ നടക്കുന്നത്. സത്യത്തിൽ വയ്യ. കുറേ അങ്ങോട്ട് നടന്നു, കുറേ ഇങ്ങോട്ട് നടന്നു. വയ്യ തീരെ. പക്ഷെ എന്നാലും നടക്കണം. നടക്കാണ്ട് വേറെ രക്ഷയില്ല. പിന്നെ ഞാൻ കയ്യിൽ സാധനം ഇരിക്കുമ്പോ ക്യാമറ കൊണ്ട് നടക്കും. ഇന്നലെ രാത്രി കാട്ടുപന്നിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാൻ വന്ന്, പിന്നെ ആന ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ ആനനെ കണ്ടില്ല. ആന ഇറങ്ങുന്ന കുറച്ച് എന്റർടൈൻമെന്റ് ആയാനെ. അടിപൊളിയായിരുന്നു. ഫുൾ നമ്മൾ ഈ വഴി നടക്കുമ്പോൾ ഫുള്ള് ഈ വഴി നടക്കുമ്പോഴല്ല, ആദ്യമായി കയറുന്ന സമയത്ത് ഫുള്ള് ഈ പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏരിയയിൽ നിന്ന് തിരിച്ച് നടക്കുമ്പോഴേക്കും ആദ്യമായിക്കയുടെ ബാക്ക് സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആദ്യമായിക്കയുടെ ബാക്ക് സൈഡ് വരുന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ സ്ഥലവും. എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്കിപ്പോൾ അവിടെ അകത്ത് കയറിയപ്പോഴുള്ള ആ ഒരു ഫീലിങ്സൊക്കെ ഉണ്ട്. അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. വലിയൊരു ശിവലിംഗം ഉണ്ട്. ആ ശിവലിംഗത്തിൻ്റെ ചുറ്റും ആൾക്കാർ നിന്ന് യോഗ ചെയ്താണ്. ഭയങ്കര പീസായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ മെഡിറ്റേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ളതൊക്കെ. സോ ഗൈസ്, നമ്മുടെ വെഡിങ് കഴിഞ്ഞു, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ പതിയെ സാധനങ്ങളൊക്കെ മാറ്റുവാണ്. കാരണം 9 മണിക്ക് മുമ്പ് നമ്മളിവിടെ എല്ലാം ക്ലിയർ ചെയ്ത് മാറ്റി കൊടുക്കണം. ക്രൗഡിന് കയറാനുള്ളതാണ്. അപ്പോൾ 6 to 9 അതാണ് നമ്മുടെ ടൈം. അതിലിപ്പോൾ 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 8 മണി വരെ ഇപ്പോഴും സ്റ്റിൽ സ്റ്റേജിലാണ്. അവരിപ്പോഴും മണ്ഡപത്തിൽ ഇരിപ്പുണ്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ പതിയെ എൻട്രൻസിൽ നിന്നും വെൽക്കം ബോർഡിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം മാറ്റി പോവാണ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു. പക്ഷെ ഇപ്പോൾ വെയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം സ്പീഡപ്പ് ചെയ്ത് തീർക്കണം. ഓൾറെഡി നമ്മൾ ചെയറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ കോലം. ബിക്കോസ് നല്ല വെയിൽ, നല്ല പൊരി വെയിൽ. എനിക്ക് നാളൊരു പരിപാടി ഉണ്ട്. നാളെ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വെയിലത്തിരുന്ന് ടാൻ അടിക്കാൻ വയ്യ. സോ ഈ കോലത്തിൽ ഞാനിവിടെ കുറച്ച് നേരം പണിയെടുത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് തണലത്ത് വന്നിരിക്കണതാണ്. എനിക്ക് വയ്യ. ഇപ്പോൾ ഹാഫ് കൈ ആണ്. കൈ ഫുൾ ടാൻ അടിക്കും. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്മാൻഡിലൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് തീരാറായി. വെച്ചാൽ അവിടെ നിന്ന് ഫുള്ള് എടുത്തു. ഇനി ഇവിടെ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ തിരിച്ച് ലോറിയിലേക്ക് കയറ്റണം. ആ ഒരു ചടങ്ങാണ്. പിന്നെ ഫുഡ് കഴിക്കണം. വിശപ്പ് നല്ല രീതിക്ക് വിശക്കണുണ്ട്. മണ്ഡപം ഒരു 3/4 ഭാഗം അഴിച്ചിട്ടാ. സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. വെയിലൊട്ടും സഹിക്കാൻ പറ്റാത്ത വെയിലാണ്.
സോ ഗൈസ് ടയേർഡ്. ഇപ്പം സമയം 12 മണി 1 മണി എന്തോ ആയിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ആദ്യം പോവുകയാണ്. Tata, bye bye, see you. We are leaving, guys.